ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സഹിക്കാനാവാതെ പാറു ഇനി എല്ലാവർക്കും മുന്നിലിട്ട് ശിവാനിയെ കരണം പുകക്കുന്നുണ്ട് കേട്ടോ. കരണത്ത് നോക്കി 2-3 അടി അപ്പൊപ്പം കൊടുക്കുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാണാനിരിക്കുന്നത്. അങ്ങനെ ശിവാനി പാറുവിന്റെ മുന്നിലോട്ട് വരികയാണ്. എന്നിട്ട് ശിവാനി പറയുന്നത്, അതെ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്തിനാ ശിവാനി നീ എന്നെ എങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത്? ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നീ എത്രാമത്തെ തവണയാണ് എന്റെ മുന്നിലോട്ട് വരുന്നത്? അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ നിങ്ങളുടെ മകനല്ലല്ലോ, മരുമകളല്ലല്ലോ ഇവിടെ താമസിക്കുന്നത്, ഞാനല്ലേ നിങ്ങളുടെ മരുമകൾ. അതുകൊണ്ട് സത്യങ്ങൾ പുറത്തറിയേണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. എന്താ ശിവാനി ഇനി ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത്? അതെ, നിങ്ങൾ എന്തായാലും ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി കേൾക്കണം. എന്ത് എന്ന് ചോദിക്കും. പ്രണവും വസുന്ധര ആന്റിയും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലും. ആ സമയം നിങ്ങൾ അങ്ങോട്ടേക്ക് കടന്നു വരണം. എന്നിട്ട് ഈ വീട്ടിലെ വേലകൾ എന്താ ചെയ്യാത്തേ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കണം. എന്തിനു വേണ്ടി? അതൊരിക്കലും നടക്കില്ല. കാരണം നീ ഒരു ഗർഭിണിയാണ്. ആ പരിമിതി നിനക്ക് എല്ലാവരും തരും, ആ പരിഗണന നിനക്ക് എല്ലാവരും തരും എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയണം, അതെനിക്കറിയാം, അത് നന്നായിട്ടറിയാം, പക്ഷേ ആ പരിഗണന എനിക്ക് വേണ്ടെന്ന് വെച്ചാലോ? അത് കേൾക്കുന്ന പാറു ഒന്ന് ഞെട്ടിപ്പോവാണ്. എന്താ നീ പറഞ്ഞത്? അപ്പൊ നീ ഗർഭിണിയല്ലേ? ഞാൻ ഗർഭിണിയാണോ അല്ലേ എന്ന് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാനിപ്പോൾ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി. എൻ്റെ ഗർഭം പ്രണവിനറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പണി ചെയ്യണം. നാളെ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നോട് വന്ന് പണി ചെയ്യാൻ പറയണം. എന്നിട്ട് ഞാൻ പണി ചെയ്യുന്നത് കൂട്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കരണത്തിന് 2 അടി അടിക്കണം. അത് നടക്കത്തില്ല, ഒരിക്കലും നടക്കത്തില്ല. എന്തിനാ ഈ വീട്ടിൽ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞത് അങ്ങ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ, അതായത് നിങ്ങളുടെ മകൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ദത്തെടുത്തിരിക്കുന്ന ആ ഒരു ഗൗതമില്ല, അവനെ ഞാൻ എടുത്തു വളർത്തിയെന്ന സത്യം എല്ലാവർക്കും മുന്നിൽ അങ്ങ് വെളിപ്പെടുത്തും. പ്ലീസ് ശിവാനി, നീ എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് ശിവാനി, ഞാൻ പറയുന്നത് അങ്ങ് നിങ്ങൾ കേട്ടാൽ മതി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഈ സമയം പാറു വളരെ ടെൻഷനിലാവണം. ഈശ്വര എന്താ ചെയ്യുക എന്നറിയാതെ പാറു ടെൻഷനാവണം. പിന്നീടാണെങ്കിൽ അടുക്കളയിൽ നിർമ്മലയും നിധി ഇങ്ങനെ പണിയെടുക്കാണ്. ഈ സമയം വസുന്ധരയും പ്രണവും കൂടിയിട്ട് ഇങ്ങനെ തൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ശിവാനി കടന്നു വരികയാണ്. അപ്പോൾ ശിവാനി പെട്ടെന്ന് സ്റ്റെക്കായി നിൽക്കുകയാണ്. ഇതേ സമയം പ്രണവ് ചോദിക്കുക, എന്താ ശിവാനി എനിക്ക് പറ്റിയത്? ഇങ്ങോട്ട് ഇരിക്കുക എന്ന് പറയണേ. എന്തോ എനിക്ക് വല്ലാത്ത തല കറങ്ങുന്നത് പോലെ തോന്നുന്നു, വല്ലാത്തൊരു ക്ഷീണം. അത് കേൾക്കുന്ന വസുന്ധര പറയണേ, നീ എപ്പോഴും ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കണേ, നിനക്ക് 2 കുഞ്ഞുങ്ങളല്ലേ, അതിൻ്റെതായ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ പ്രണവ് പറയണേ, എന്നോട് നന്നായി ഒരു ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടില്ലേ, നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുക എന്ന് പറയാം കേട്ടോ. ഇതേ സമയം വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറയണേ. എന്താ ആ പാറുക്കുട്ടിയെ കാണാനില്ലല്ലോ? പാറുക്കുട്ടിയോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ. പാറുക്കുട്ടി എനിക്കിട്ട് പണിയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പാറുക്കുട്ടിക്ക് ഞാനിട്ട് പണിയും. എന്തായാലും പാറുക്കുട്ടിക്ക് ഞാൻ വെറുതെ വിടില്ല എന്ന് തീരുമാനിക്കുകയാണ്. എന്നിട്ട് ഫോൺ എടുത്ത് ആരും കാണാതെ ആ ഫോണിലൂടെ തൻ്റെ കയ്യിൽ നിന്നും മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ വരുന്നുണ്ടോ? വന്നില്ലെങ്കിൽ നിങ്ങളുടെ മകനല്ല ഗൗതമിനെ ദത്തെടുക്കാന്നുള്ളത് ഇപ്പൊ ഞാൻ വസുന്ധര ആന്റിയുടെ മറ്റുള്ളവരുടെയൊക്കെ മുന്നിൽ വെച്ച് അങ്ങ് പറയും. അതോടുകൂടി ഈ കുടുംബം തകരുന്നത് എന്തായിരിക്കും? പ്രണവിനോട് ഞാൻ പറയാൻ പോവാ എന്നുള്ള സത്യം വെളിപ്പെടുത്തുന്നു കേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് പാറു പെട്ടെന്ന് ഓടി വരണേ. അവരിപ്പോ വരും, പാറുക്കുട്ടി ഇപ്പൊ വരും. എന്തായാലും നിധി, നീ എൻ്റെ ഗർഭം നീ പൊളിക്കാൻ നടന്നൂലേ? ഡോക്ടറുടെ മുന്നിലോട്ട് നീ എത്തിയില്ലേ? എന്നാൽ ഇനി നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. നീ ഇപ്പൊ ഇറങ്ങി വീടിന്റെ പടി, അത് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് അങ്ങ് പിന്നെ നിധി പാറുവിനെയും കാത്തു ശിവാനി ഇങ്ങനെ നിൽക്കുക. ഇതൊന്നും അറിയാതെ നിധി നിർമ്മല അടുക്കളയിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും പാറു ഇങ്ങനെ വരുന്നുണ്ടെന്ന് കാണുമ്പോൾ ശിവാനി അവിടെ, പ്രണവ് എനിക്ക് പെയ്യ, ഞാനൊന്ന് ഇരിക്കട്ടെ എന്ന് പറയാൻ ഇരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും, എടി നീ ഇവിടെ ഇരിക്കുകയാണോ? എന്താടി ശിവാനി നീ വിചാരിച്ചിരിക്കുന്നത്? നീ ഇവിടുത്തെ ഒരു പണിയും ചെയ്യാതെ നീ ഇങ്ങനെ ഇവിടെ കിടന്ന് ഇങ്ങനെ ഇരിക്കത്തുന്ന എന്ന് മാത്രമേ നിനക്ക് ചിന്തയുള്ളൂ, സദാസമയം മൊബൈലിൽ കുത്തിരുന്ന്. അത് കേൾക്കുന്ന പ്രണവ്, എന്താ അമ്മ ഈ പറയുന്ന? അപ്പോഴേക്കും വസുന്ധര, എന്താ ഏട്ടത്തിക്ക് വല്ല വട്ടും ഉണ്ടോ? ഒരു ഗർഭിണിയായ ഒരു പെണ്ണിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറയോ? എന്താ ഗർഭം ആദ്യമായി ഇവൾക്ക് ഉള്ളൂ? ഗർഭമുള്ള ആളുകൾ എത്രയുണ്ട്? എന്താ ഇവള് പണിയെടുത്താ ഇവളുടെ ഗർഭം ഇല്ലാതാവുമോ? അത് കേൾക്കുന്ന പ്രണവ്, എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വളരെ മോശമായ രീതിയിൽ എന്താ സംസാരിക്കുന്നത്? ഞാൻ മോശമായ രീതിയിൽ സംസാരിച്ചില്ല. കാര്യങ്ങൾ പറയുന്നത് നിനക്ക് മോശമായെങ്കിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നവിടെ വീണ്ടും ഇങ്ങനെ പ്രണവിനോട് പറയാനിട്ടോ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിധിയും നിർമ്മലയും പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. എന്താ ഈ പാറു ആന്റിക്ക് എന്തെങ്ങനെ അവളോട് ഇത്ര ചൂടാവുന്നത് എന്ന് അറിയാൻ വേണ്ടി പുറത്തോട്ട് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാ പാറു ആന്റി ഇങ്ങനെ ചൂടാവുന്നത്? അവൾ ഗർഭിണിയല്ലേ, അവളോട് എന്തിനാ ഇങ്ങനെ പണി പറയുന്നത്? ശിവാനി അതിന് മാത്രം ഇപ്പോൾ പണിയെടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്നിങ്ങനെ നിധി പറയാം. അപ്പം നിർമ്മല പറയാം ശരിയാണ് എന്ന് പറയണേ. അത് കേട്ടോടെ തന്നെ പാറു പറയണേ, നീ വീട്ടിലെ വേലക്കാരി എന്നെ പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട. പിന്നെ നിധി, നീ മാത്രം ഇവിടെ പണിയെടുത്താൽ പോരാ, സദാസമയം ഇവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കലും ഈ വീട്ടിലെ അടുക്കലും തൂക്കലും ഒക്കെ നീയാണ്. എന്താ ഇവൾക്ക് എന്തെങ്കിലും
ചെയ്ത് കഴിഞ്ഞാൽ ഇവളുടെ കയ്യിലെ വള ഊരി പോകുമോ? അത് കേൾക്കുന്ന പ്രണവ് അമ്മേ അതിര് കിടക്കുന്ന വാക്കുകൾ. അപ്പോഴേക്കും വസുന്ധര പറയണേ, ഇവൾ ഇരട്ട കുഞ്ഞുങ്ങളുടെ അമ്മയാണ്, ഈ ഈശ്വരമംഗലത്തെ അവകാശി തരുന്നവളാണ്, ഈ നിൽക്കുന്നവളെ പോലെയാണ് ഇവൾ. എന്താ ഇവൾക്ക് എന്താ പണിയെടുത്താൽ ഇവിടെ എന്തെങ്കിലും ഇല്ലാതാവുമോ? ഞാനും ഈ കുറേ കുഞ്ഞുങ്ങളെ പ്രസവിച്ചതാണ് എന്ന് വെച്ചിട്ട് എനിക്കിപ്പോൾ പ്രസവ സമയം വരെ ഞാൻ പണിയെടുത്തിട്ട് എനിക്കിപ്പോൾ കുഞ്ഞുങ്ങളില്ലാതായിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഇവൾ അടിക്കലും തൂക്കലൊക്കെ ചെയ്യട്ടെ. അത് കേൾക്കുന്ന ശിവാനി ഇങ്ങനെ എന്താ ആൻറ്റി എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് അഭിനയിക്കാണ് കേട്ടോ. അപ്പോഴേക്കും ഞാനങ്ങ് പറയുന്നത് നീ കേട്ടാൽ മതി. അപ്പോഴേക്കും പ്രണവ് പറയണ, അമ്മേ അതൊരിക്കലും നടക്കത്തില്ല, ഇവൾക്ക് റെസ്റ്റ് പറഞ്ഞതാണ് ഡോക്ടർ, ഇരട്ട കുഞ്ഞുങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നല്ലോണം റെസ്റ്റ് എടുക്കണം, അതുകൊണ്ട് ഇവളെ കൊണ്ട് ഒരു പണിയും ചെയ്യിപ്പിക്കാൻ പറ്റില്ല, സുഖപ്രസവം നടക്കണമെങ്കിൽ കുറച്ച് അടിച്ചോലൊക്കെ വേണം. ഞാൻ അവളോട് ഭാരിച്ച പണിയൊന്നും പറഞ്ഞില്ലല്ലോ, കല്ലേറ്റാനോ വല്ല ചുമട് പൊന്തിക്കാനോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇവളോട് പറഞ്ഞു ഇല്ലല്ലോ, വെള്ളം കോരിക്കൊണ്ട് വരാനോ ഒന്നും പറഞ്ഞില്ലല്ലോ, ഇവളോട് എന്താ പറഞ്ഞ അടിച്ചു വരാനല്ലേ, ഇതടി ചൂല് കിടക്കണം, മര്യാദക്ക് എടുത്ത് അടിക്കടി. അത് കേൾക്കുന്ന ശിവാനി, ആൻറ്റി എന്താ എന്നോട് ഇങ്ങനെ മര്യാദ അടിക്കടി എന്നും പറഞ്ഞ് കാരണം നോക്കി ഒന്നങ്ങ് കൊടുക്കണം കേട്ടോ. ഇതോടുകൂടി ഇവരോട് ഇത്ര സ്ട്രോങ്ങിന് ഞാൻ അടിക്കാൻ പറഞ്ഞില്ലല്ലോ. അത് പറയുമ്പോഴേക്കും അടുത്ത കരണത്തോട്ട് ഒന്ന് അടിക്കാൻ കേട്ടോ. ഇത് കാണുന്ന വസുന്ധരയും പ്രണവ്, എന്താ ഈ കാണിക്കുന്ന ഏട്ടത്തി, എന്താ ഈ കാണിക്കുന്നത്? അപ്പോഴേക്കും അമ്മ എന്താ കാണിക്കുന്നത്, നമുക്ക് എന്താ വട്ടായോ? വസുന്ധര ചോദിക്കുക, ഏട്ടത്തിക്ക് വട്ടായോ? അപ്പോഴേക്കും നിധിയും ഈ പറയുന്ന നിർമ്മലയും ഇങ്ങനെ ഞെട്ടി നിൽക്കണിട്ട് എന്താ ഈ പാറുവിന് പറ്റിയത് എന്ന ഭാവത്തിൽ. പിന്നീട് വീണ്ടും ശിവാനിയെ കരണം നോക്കി പാർവങ്ങ അടിക്കാൻ ഈ ചൂല് കിടക്കുന്നത് ഇതെടുത്ത് അടിച്ചു വരിക. അപ്പോഴേക്കും ശിവാനി അയ്യോ എനിക്ക് തലകറങ്ങുന്നേ എന്നും പറഞ്ഞ് തലകറങ്ങി ഇങ്ങനെ വീഴാൻ പോകുന്നത് പോലെ അഭിനയിക്കുമ്പോൾ പ്രണവ് വന്ന് പിടിക്കണം. അങ്ങനെ പ്രണവ് പിടിച്ച് സോഫയിൽ ഇരുത്താണ്. അപ്പോഴേക്കും ശിവാനി പറയണേ എനിക്ക് വെള്ളം വേണമെന്ന് പറയണേ. അങ്ങനെ വെള്ളം കൊടുക്കുകയാണ്. പിന്നീട് ആ വെള്ളം എടുത്ത് കുടിക്കണം കേട്ടോ. ഇതേ സമയം എന്താ അമ്മ ഈ കാണിച്ചു കൊടുത്ത അമ്മയുടെ അമ്മ ആയതുകൊണ്ട് തന്നെ അമ്മയുടെ നേർക്ക് ഞാൻ കൈവെക്കാതിരുന്നത് എന്താ ഇപ്പോൾ ഇവളോട് കാണിച്ച ഇവൾ രണ്ട് കുഞ്ഞുങ്ങളുടെ ഒരു അമ്മയാണ്. ഈ സമയം അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പാടും. എന്താ പെരുമാറിയ കുഴപ്പം, ഇവൾക്ക് എന്താ പ്രശ്നം, ഇവൾ പണിയെടുത്ത എന്താ കുഴപ്പം, പണിയെടുക്കുന്നത് സുഖപ്രസവത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ വസുന്ധര എൻ്റെ ഏട്ടത്തി വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കേണ്ട, ഏട്ടത്തിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് കരുതി ശിവാനിയോട് ഇങ്ങനെ കാണിക്കേണ്ട, ഈശ്വരമംഗലത്തെ അവകാശിയെ ഇവൾ തരാൻ പോകുന്നതാണ്. അപ്പോഴേക്കും ശിവാനി പറയണേ എന്തിനാ വെറുതെ പാർവന്റിനെ വഴക്ക് പറയുന്നത്, പാർവന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ നിധി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പാർവന്റിയോട് ഞാൻ പറയുന്നത് കേട്ടതാണ്, അതുകൊണ്ട് തന്നെ വെറുതെ അവരെ വഴക്ക് പറയേണ്ട, അവരെ വഴക്ക് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, കാരണം നിധി പറഞ്ഞത് പ്രകാരമാണ് പാർവന്റി എന്നോട് അടിച്ചു വരാനും അതുപോലെ തന്നെ ഈ പറയുന്ന എന്നെ അടിക്കുകയൊക്കെ ചെയ്തതെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന നിധി എന്താടി നീ പറഞ്ഞത്, കള്ളം പറയുന്നോ? ഞാൻ കള്ളം എന്നല്ല പറയുന്നു, പാർവന്റി തന്നെ ഇവിടെ നിൽക്കുന്ന പാർവന്റിയോട് ചോദിച്ചു നോക്ക്. അത് കേൾക്കുന്ന പ്രണവ് ആണോ അമ്മേ, ഈ നിൽക്കുന്ന നിധിയെടുത്തി അമ്മയോട് ശിവാനിയെ കൊണ്ട് പണിയെടുപ്പിക്കാനും അതുപോലെ ശിവാനി അടിക്കാനും അമ്മയോട് നിധി പറഞ്ഞോ, നിധിയെടുത്തി പറഞ്ഞോ? അത് കേൾക്കുന്ന വസുന്ധര ഏട്ടത്തി ചോദിച്ചതിന് മറുപടി പറയും. അപ്പോഴേക്കും നിധി ഒരു മറുപടിയും പറയാനില്ല, കാരണം അത് ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല, എന്തിനാ ശിവാനി നീ എപ്പോഴും എൻ്റെ മേൽക്ക് പഴി പറയുന്നത്? അപ്പോഴേക്കും ശിവാനി പ്രണവ് എനിക്ക് തീരെ വയ്യ, എനിക്ക് തല കറങ്ങുന്നു, നിൻ്റെ അമ്മയോട് ചോദിച്ചു നോക്കി, നിൻ്റെ അമ്മ പറയൂ ഇവളോട് പറഞ്ഞോ ഇല്ലേ എന്ന്. അപ്പോഴേക്കും പാറു ഇങ്ങനെ മടിച്ച് നിധി നിന്നോട് ഈ ക്രൂരത ചെയ്യുന്നതിൽ എനിക്ക് വലിയ ഖേദമുണ്ട്, പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനേ കഴിയുള്ളൂ, എൻ്റെ മകൻ്റെ ജന്മരഹസ്യം പുറത്തു വരാതിരിക്കാൻ ഇവള് പറയുന്ന ആട്ടത്തിനനുസരിച്ച് ഞാനും ആടുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം തൻ്റെ അമ്മയുടെ വായിൽ നിന്നും എന്താണ് കേൾക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉടൻ തന്നെ പാറു പറയണേ ശരിയാണ്, ഇവൾ പറഞ്ഞു, ഈ നിധി പറഞ്ഞു, നിധി എന്നോട് പറഞ്ഞത് പ്രകാരമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി നിധി അങ്ങ് ഞെട്ടി നിൽക്കാണ്. ഇതേ സമയം വസുന്ധര എന്നാ നിങ്ങൾക്ക് വല്ല വട്ടുണ്ടോ, നീ എന്താടി പ്രസവിക്കാൻ കഴിയാത്തതിന് ഇവളുടെ കുഞ്ഞിനെ കളയാനാണടി നീ നിൽക്കുന്നത്, നിനക്ക് ഭ്രാന്തുണ്ടടി, നീ എന്തിനാടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വസുന്ധര നിധിയുടെ നേർക്കെടുക്കുമ്പോൾ ദേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ട് ആരെങ്കിലും എന്തെങ്കിലും ആടാണ്ടി നിന്നെ ഏത് സമയം സ്നേഹിക്കുന്ന നിന്റെ പാർവന്റി തന്നെ, അതായത് എൻ്റെ ഏട്ടത്തി തന്നെയല്ലേ പറഞ്ഞു. അപ്പോഴേക്കും പ്രണവ് പറയണേ നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവില്ല എന്ന് കരുതി എൻ്റെ കുഞ്ഞിനെ നിങ്ങൾക്ക് കളയേണ്ട ആവശ്യമുണ്ടോ? അപ്പോഴേക്കും ശിവാനി ഞാൻ പോകുന്നു, ഈ വീട്ടിൽ നിന്ന് ഞാൻ പോകുന്നു, പ്രണവിനോട് ഞാൻ എത്ര തവണ പറഞ്ഞതാണ് ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല, നമുക്ക് വേറെ വീട് എടുത്ത് താമസിക്കാതെ, ഇനി എനിക്ക് നിൽക്കാൻ കഴിയില്ല, ഞാൻ വീട് വിട്ടിറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ശിവാനി അവിടെ നിന്ന് വീട് വിട്ടിറങ്ങുമ്പോൾ ഗൗതം കയറി വരാനിട്ട്. അപ്പോഴേക്കും ഗൗതം എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ ശിവാനി ഒന്നും മിണ്ടില്ല. അപ്പോഴേക്കും പ്രണവ് പിന്നാലെ വരുന്നുണ്ട്. അങ്ങനെ പ്രണവിനോട് ചോദിക്കുക എന്താ പ്രശ്നം എന്ന് ഗൗതം ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യ തന്നെയാണ് പ്രശ്നം, ഇവിടെ എൻ്റെ ഭാര്യയെ കൊണ്ട് പണിയെടുപ്പിക്കാനും അമ്മയോട് പറഞ്ഞ് എൻ്റെ ഭാര്യയെ അടുപ്പിക്കുകയും നിങ്ങളുടെ ഭാര്യ ചെയ്തിരിക്കുന്നു എന്ന് പറയട്ടോ.